വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാന്റെ നടപടി നിന്ദ്യമെന്ന് ഭാരതം. പാകിസ്ഥാൻ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആവശ്യപ്പെട്ടു. ഉചിതമായ രീതിയിൽ പ്രതികരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. അതേസമയം സ്ഥിതിഗതികൾ ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുകയാണ്. ആഭ്യന്തര സെക്രട്ടറി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരും. ഗൗതം, കഴിഞ്ഞ ദിവസം 5 മണിക്ക് വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നു. അതിന് 4 മണിക്കൂർ കഴിയും മുമ്പേ കശ്മീരിലെ ചില ഭാഗങ്ങളിൽ, രാജസ്ഥാൻ അതിർത്തിയിൽ, ഗുജറാത്ത് അതിർത്തിയിൽ, പഞ്ചാബ് അതിർത്തിയിൽ ഒക്കെയും ഷെല്ലാക്രമണം നടത്തുന്നു പാകിസ്ഥാൻ. ആദ്യം കരുതിയത് ഈ സന്ദേശമൊക്കെ അവരിലേക്ക് എത്താൻ വൈകിയോ എന്ന ചോദ്യമായിരുന്നു. പക്ഷേ അതല്ലെന്ന് ഒരേ സമയത്ത് വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്തു. മാത്രമല്ല, നമ്മുടെ സൈനിക കേന്ദ്രത്തിനു നേരെ ആക്രമണം നടത്താനും അവർ മുതിർന്നു എന്നതാണ്. ഒരു ജവാൻ വീരമൃത്യു വരിക്കുന്നു. 7 ജവാന്മാർക്ക്, BSF ജവാന്മാർക്ക് പരിക്കേറ്റെന്ന വാർത്ത വരുന്നു. അപ്പോൾ ഒരു കരാർ പറഞ്ഞ്, വാക്കു പറഞ്ഞ ശേഷം അതിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുന്ന പാക് രീതി. ചതിയന്മാരാണ് പണ്ട്, വഞ്ചകന്മാരാണ് പണ്ട്, വാക്ക് വിശ്വസിക്കാനാവാത്തവരാണ് പണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ പുതിയ കാലത്തും പറഞ്ഞ വാക്ക് പാലിക്കാൻ മനസ്സു കാട്ടാത്ത പാകിസ്ഥാൻ, അതാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ടത്. അതായത് വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാന്റെ നടപടി നിന്ദ്യം എന്നാണ് ഭാരതം വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ട് പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ കണ്ടത്. പറഞ്ഞ വാക്കിൽ നിന്ന് പൊടുന്നനെ മാറിപ്പോകുന്നവർ. അവിടെ ഭരിക്കുന്നത് ആരാണ്? സർക്കാരാണോ അതോ സൈന്യമാണോ? അല്ല, ഭീകരരാണ്. ഭീകരരുടെ മടയിൽ ചെന്ന് അവരുടെ തോളിൽ കൈയിട്ട് അവർക്ക് ഷെയ്ഖ് ഹാൻഡ് കൊടുക്കുന്ന അവരുടെ അസിം മുനീർ എന്ന സൈനിക മേധാവി ആണ് ഈ വിഷയങ്ങൾക്കൊക്കെയും മൂലകാരണമായി മാറിയത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു പോയൊരു രാഷ്ട്രം ഒടുവിൽ ഭാരതത്തിൻ്റെ കനിവ് കൊണ്ട് മാത്രം നമുക്കിതിവിടെ അവസാനിപ്പിക്കാം, അല്ലെങ്കിലും അങ്ങനെയായിരുന്നു ഭാരതം തുടക്കം മുതലേ പ്രതികരിച്ചത്. ഞങ്ങളായി ഈ യുദ്ധം ആരംഭിക്കുന്നില്ല, നിങ്ങളായത് ആരംഭിച്ചാൽ ഞങ്ങളായത് അവസാനിപ്പിക്കും എന്ന് പലവട്ടം പറഞ്ഞതാണ്. ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നുണ്ട്. ഗൗതം, ഇന്നലെ ഒരു രാത്രി സംഭവിച്ചത് എന്ത്? അതായത് വെടിനിർത്തൽ കരാർ ലംഘനം വന്ന ശേഷം ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 6 മണിയോടുകൂടി വെടിനിർത്തൽ എന്ന വലിയ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ഇരു രാജ്യങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. സ്വാഭാവികമായും ലോകരാജ്യങ്ങളെല്ലാം അതിനെ സ്വാഗതം ചെയ്തിരുന്നു. 3 ദിവസത്തെ കലുഷിതമായ വലിയ സംഘർഷത്തിനൊടുവിൽ ഈ രീതിയിൽ ഒരു സീസ് ഫയറിലേക്ക് എത്തുന്നു, ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് എല്ലാ രാജ്യങ്ങളും അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടായിരുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തി. പക്ഷെ അതിനുശേഷം രാത്രിയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും ഈ ധാരണയിലായി ഏതാണ്ട് 2-3 മണിക്കൂർ പോലും പിന്നിടുന്നതിന് മുമ്പ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും വൻ പ്രകോപനം വീണ്ടും രൂപപ്പെടുന്നതാണ് നമ്മൾ ഇന്നലത്തെ രാത്രി മുഴുവൻ കണ്ടത്. ജമ്മു കാശ്മീരിൽ നിന്ന് തന്നെയായിരുന്നു തുടക്കം. കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോണുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. കാരണം അതിനു മുമ്പുള്ള 2 രാത്രികൾ തുടർച്ചയായി പാകിസ്ഥാൻ ഡ്രോണുകൾ അയക്കുന്നു. അത് ഭാരതത്തിന്റെ സൈന്യം നിർവീര്യമാക്കുന്നു. അതേ കാഴ്ച തന്നെ നമ്മൾ ഇന്നലത്തെ രാത്രിയും കാണുകയാണ്. ഓരോ സ്ഥലങ്ങളിലും ഡ്രോണുകൾ പറത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ ഇതിന്റെ ലംഘനം, അതായത് വെടിനിർത്തലിന്റെ കൃത്യമായിട്ടുള്ള ലംഘനം ഒരു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ആദ്യഘട്ടങ്ങളിൽ ഡ്രോണുകളാണ് വന്നതെങ്കിൽ പിന്നീട് അതിനുശേഷം അതിന്റെ 2ാം ഘട്ടമായി ഈ വെടിവെപ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നൌഷേര, അതോടൊപ്പം തന്നെ രജൌരി തുടങ്ങിയ സെക്ടറുകളിൽ കനത്ത ഷെല്ലാക്രമണം കൂടി ആരംഭിച്ചു. അങ്ങനെയും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പ്രകോപനം ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ
ഈ ഷെല്ലാക്രമണം മറുഭാഗത്തും ഉണ്ടായി. അങ്ങനെ ഈ വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായിട്ടുള്ള നഗ്നമായിട്ടുള്ള ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇന്നലത്തെ ദിവസം തന്നെ ഉണ്ടായി. ഇന്നലെ വൈകിട്ട് ഒരു 6 മണിയോടുകൂടി ഈ പ്രഖ്യാപനം വരുന്നു. അതിൽ ഭാരതം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, പാകിസ്ഥാന്റെ നേതൃത്വം ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഭാരതത്തിലേക്ക് നമ്മുടെ നേതൃത്വത്തെ DGMOയെ വിളിച്ചതിന് ശേഷമാണ് ഈ വെടിനിർത്തൽ ധാരണയിലെത്തണം, അല്ലെങ്കിൽ ആക്രമണം അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശം ഭാരതത്തിന്റെ DGMOയോട് പാകിസ്ഥാന്റെ DGMO ഔദ്യോഗികമായി തന്നെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് താൽക്കാലികമായി ഈ പ്രശ്നം പരിഹരിക്കാമെന്നൊരു ധാരണയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയത്. എന്നാൽ ഈ മര്യാദയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് രാത്രി കാലങ്ങളിൽ വ്യാപകമായ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയായിരുന്നു. ജമ്മു കാശ്മീരിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായി. അതിനുശേഷം പിന്നീട് അത് പഞ്ചാബിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ ഗുജറാത്തിലും മുൻപ് എന്താണോ സംഭവിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ആവർത്തനം മറ്റ് സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും വലിയ തോതിലുള്ള അമർഷവും പ്രതിഷേധവും ഭാരതം ഇതിനകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കാരണം പാകിസ്ഥാൻ നമ്മുടെ മുന്നിൽ ഇവിടേക്ക് വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലിലേക്ക് എത്താം, ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മുടെ രാജ്യം ചുവടുവെച്ചത്. എന്നാൽ ആ മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടൊരു വലിയ ചതി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയായിരുന്നു. രാത്രിയിൽ പാക് പ്രകോപനത്തിൽ ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയൂടി ചെയ്തു. ഒരു BSF ജവാനാണ് രജൌരിയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. മറ്റ് 6 BSF ജവാന്മാർക്ക് പരിക്കേറ്റിരിക്കുന്നു. അവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയിലും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായി എന്നുള്ളതാണ് കൃഷ്ണരാജ്. ഗൗതം, അതായത് ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ പോലും അത് യുദ്ധമായി കണക്കാക്കും, അങ്ങനെ കണ്ട് തിരിച്ചടിക്കും എന്നാണല്ലോ കഴിഞ്ഞ ദിവസം ഭാരതം പറഞ്ഞത്. അതൊരു കൃത്യമായ വരിയായിരുന്നു. എന്നാൽ ഇന്നലെ ആക്രമണം ഉണ്ടാകുന്നു, അതിനുശേഷം രാത്രി വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു, തിരിച്ചടിക്കാൻ നിർദ്ദേശം നൽകുന്നു. അപ്പോഴും കൃത്യതയോടെ ഒരു തിരിച്ചടി അതുതന്നെയാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്, അല്ലേ? കൃഷ്ണരാജ്, ഈ വെടിനിർത്തലിന്റെ ധാരണയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കൃഷ്ണരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാരതത്തിന്റെ ഒരു നിർണായകമായ യോഗം ഡൽഹിയിൽ നടക്കുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് യോഗം നടന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒപ്പം സേനകളുടെ തലവന്മാർ, കരസേനയുടെ മേധാവിയായിട്ടുള്ള ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഉണ്ടായിരുന്നു. ഒപ്പം വ്യോമസേനയുടെ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്, ഒപ്പം നാവികസേനയുടെ മേധാവിയായിട്ടുള്ള അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സംയുക്ത സേനാ മേധാവിയായിട്ടുള്ള ജനറൽ അനിൽ ചൗഹാൻ. ഇത്രയും ആളുകളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്നത് ഇനി ഏത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാലും അതിനെ യുദ്ധമായി കാണും എന്നുള്ളതാണ്. അതായത് ഭീകരവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രകോപനങ്ങളെയും യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നോക്കിക്കാണും എന്നൊരു പ്രതികരണം ഇതിന്റെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അതിലൂടെ ലക്ഷ്യമിടുന്നത് ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ കനത്ത തിരിച്ചടി തന്നെ നൽകും എന്നതിൽ ഒരു തരത്തിലുമുള്ള സംശയമില്ല. അല്ലെങ്കിൽ അതിർത്തിയിൽ പ്രകോപനങ്ങൾ അനാവശ്യമായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതേ മാർഗത്തിലുള്ള തിരിച്ചടികൾ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചോണം എന്നത് തന്നെയാണ് ആ സന്ദേശത്തിലൂടെ നൽകിയത്. കാരണം ഈ പഹൽഗാം തന്നെ നമുക്കറിയാം, പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഭാരതത്തിന്റെ വലിയ പ്രത്യാക്രമണം പാകിസ്ഥാനിലേക്ക് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ മുൻകാലഘട്ടങ്ങളിൽ 2014 മുൻപൊക്കെയുള്ള സാഹചര്യം തുടർച്ചയായി പാകിസ്ഥാൻ ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തുകയും മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ഡൽഹിയിൽ നടന്നിട്ടുള്ള വിവിധ സ്ഫോടനങ്ങൾ ഉൾപ്പെടെ അതിനൊന്നും ഒരു കാര്യമായ തിരിച്ചടിയോ പ്രതികരണമോ UPA സർക്കാരിന്റെ ഒന്നും ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഈവൻ മുംബൈ ഭീകരാക്രമണത്തിന് പോലും ഒരു തിരിച്ചൊരു സ്ട്രൈക്ക് നടത്തുവാനോ തിരിച്ചൊരു അടി നൽകുവാനോ അന്ന് ഇന്ത്യൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. സൈന്യം അന്നും അസജ്ജമായിരുന്നു. പാകിസ്ഥാനിലേക്ക് കടന്നു കയറി തന്നെ മുംബൈ ഭീകരാക്രമണത്തിന് മറുപടി നൽകണമെന്ന വികാരം സൈന്യത്തിനുണ്ടായിരുന്നു. പക്ഷെ അന്ന് UPA സർക്കാരിന്റെ കാലത്ത് നിന്നും അതിനും അനുമതി നൽകാതിരിക്കുകയും അങ്ങനത്തെ സ്ട്രൈക്കുകൾ വേണ്ട എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയുമാണ് ചെയ്തത്. പക്ഷേ 2014 ശേഷം നമുക്കറിയാവുന്നതാണ്, ഉറിയിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി ലൈൻ ഓഫ് കൺട്രോൾ കടന്നുകൊണ്ട്
പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. പിന്നീട് 2014 2019 പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ബാലാക്കോട്ടിലെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ഭാരതത്തിന്റെ എയർ സ്ട്രൈക്ക് നടന്നു. അതിനുശേഷം ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഏതാണ്ട് 9 ഭീകര താവളങ്ങളെ തവിടുപൊടിയാക്കേണ്ട രീതിയിലുള്ള വലിയ സ്ട്രൈക്കാണ് ഭാരതം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് സന്ദേശം വ്യക്തമാണ് ഈ സർക്കാരിൻ്റെത്. ഭീകരത അത് വെച്ചു പൊറുപ്പിക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ പ്രകോപനങ്ങൾ ഇനിയും ഉണ്ടായാൽ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നതാണ്. അതായത് കേവലം ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു എയർ സ്ട്രൈക്ക് കൊണ്ടോ നിർത്തത്തില്ല. ഈ കഴിഞ്ഞ പഹൽഗാമിനുള്ള തിരിച്ചടി പോലെ ഏതാണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം റോക്കറ്റുകൾ വന്ന് പതിക്കുന്ന രീതിയിലുള്ള വലിയ ആക്രമണമാകും ഇതിൽ ഉണ്ടാകുക എന്നതാണ് ഭാരതം നൽകുന്ന സന്ദേശം. എന്തായാലും ഇന്നലത്തെ ഈ നിർണായകമായ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട അത് തന്നെയായിരുന്നു. പ്രകോപനങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നുള്ളതായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഈ അതിർത്തിയിൽ ഉണ്ടായിട്ടുള്ള പ്രകോപനങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ മറുപടി നൽകാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. BSFന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അതായത് വെടിനിർത്തലിന്റെ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ വീണ്ടും രാജ്യാന്തര അതിർത്തിയുടെ സുരക്ഷാ ചുമതല BSFലേക്ക് എത്തുകയാണ്. കാരണം രാജ്യാന്തര അതിർത്തി കടന്നു പോകുന്നത് ജമ്മു, അതുപോലെ തന്നെ രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സ്ഥലങ്ങളിലൂടെയാണ്. അതേസമയം കശ്മീരിലൂടെ കടന്നു പോകുന്നത് നിയന്ത്രണ രേഖയുമാണ്. നിയന്ത്രണ രേഖയിൽ എല്ലാ സമയത്തും അവിടെ സുരക്ഷ നിൽക്കുന്നത് ഭാരതത്തിന്റെ കരസേന തന്നെയാണ്, ആർമി തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം രാജ്യാന്തര അതിർത്തിയിലേക്ക് വരുമ്പോൾ അവിടെ കാവൽ നിൽക്കുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. അതിനാൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് കൃത്യമായ നിർദ്ദേശം ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ തോതിലുള്ള പ്രകോപനമാണെങ്കിൽ പോലും അതിന് അപ്പോൾ തന്നെ മറുപടി നൽകിക്കോളൂ എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ BSFന്റെ തലവനുമായും CISFന്റെ തലവനുമായും ഡൽഹിയിൽ പ്രത്യേകം യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന്റെയും നിർദ്ദേശം ഇതുതന്നെയായിരുന്നു. പ്രകോപനങ്ങൾക്ക് ആ നിമിഷം തന്നെ മറുപടി നൽകുക എന്നുള്ളതാണ്. അതിനാൽ ഇന്നലെയും ഈ വെടിനിർത്തലിന് ധാരണയായതിനു ശേഷവും രാത്രിയിൽ നിയന്ത്രണ രേഖയിലും അതോടൊപ്പം തന്നെ രാജ്യാന്തര അതിർത്തിയിലും പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം നടത്തിയ ഘട്ടത്തിൽ തന്നെ ഭാരതം ശക്തമായ ഷെല്ലാക്രമണം മറുഭാഗത്തേക്ക് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഗൗതം, അതായത് വെടിനിർത്തൽ കരാർ എന്ന തീരുമാനം അതിനുശേഷം ഒരു പ്രകോപനം ഉണ്ടാകുന്നു. അത് ഭാരതത്തെ അത്രമേൽ ചൊടിപ്പിച്ചിട്ടുണ്ടാകാം. വൈകാരികമായ പ്രതികരണങ്ങൾ പലത് വരുന്നുണ്ട്. അപ്പം തന്നെ കയറി അടിക്കണ്ടേ എന്ന ചോദ്യം. അതിന് പാകിസ്ഥാനല്ലല്ലോ ഇന്ത്യ. ഒരിടത്ത് വൈകാരികത കൊണ്ട് പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ മറുവശത്ത് വിവേകം കൊണ്ട് അതിനെ നേരിടുന്നു. അങ്ങനെ വേണ്ടേ ഇന്നലത്തെയും തീരുമാനത്തെ വിവരിക്കാൻ? കൃഷ്ണജി സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ അല്ല ഭാരതം എന്ന് പറയുന്നത്. കാരണം ലോകരാഷ്ട്രങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് കാണിക്കാം. കാരണം അവരെയും ആ നിലയിൽ മാത്രമേ ലോകം കാണുന്നുള്ളൂ. മറിച്ച് ആധുനിക ലോകത്തെ നയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ടോ ലോകത്തിന്റെ മുഴുവൻ ഗുരുസ്ഥാനം അലങ്കരിക്കാൻ കഴിയുന്ന ഒരു വലിയ രാഷ്ട്രമായിട്ടോ ഒന്നും പാകിസ്ഥാനെ ആരും സങ്കല്പിക്കുന്ന പോലുമില്ല. ഒരുപക്ഷെ പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും ആ രാജ്യത്തോട് അവർക്ക് അത്രയും വില നൽകുന്നുള്ളൂ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. അതേസമയം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഭാരതം ലോകത്തിന്റെ മുഴുവൻ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന ഒരു വലിയ രാഷ്ട്രമാണ്. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദി എന്ന ഒരു പ്രധാനമന്ത്രിക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതകൾ, അത് ഒന്നാമത്തെ വിഷയം. രണ്ട്, ജനാധിപത്യത്തിന്റെ ഒരു മകുടോദാഹരണമായി ലോകത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രമാണ്. കാരണം 140 കോടി ജനങ്ങൾ, അതോടൊപ്പം തന്നെ ഓരോ കാലഘട്ടങ്ങളിലും ജനാധിപത്യ വ്യവസ്ഥയിലൂടെ തന്നെ തെരഞ്ഞെടുപ്പുകളിലൂടെ തന്നെ അധികാരത്തിലെത്തുന്ന സർക്കാരുകൾ, അടിയന്തരാവസ്ഥ പോലെയുള്ള ചില വിഷയങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാം ലോകം വളരെ ശ്രദ്ധയോടുകൂടി ജനാധിപത്യത്തിന്റെ ഒരു വലിയ മാതൃകയായി കാണുന്ന ഒരു രാഷ്ട്രമാണ്. അല്ലെങ്കിൽ ജനാധിപത്യം എന്താണ്, മതേതരത്വം എന്താണ്, ബഹുസ്വരത എന്താണ് എന്നൊക്കെ ലോകത്തിന് പകർന്നു നൽകുന്ന ഒരു വലിയ മഹത്തരമായ രാഷ്ട്രമാണ് ഭാരതം. അതിനാൽ പാകിസ്ഥാൻ കാട്ടുന്നത് പോലെ ഭാരതത്തിന് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ഈ വെടിനിർത്തലിന് ധാരണയായതിനു ശേഷം ഇന്നലെ രാത്രിയിൽ തന്നെ പാകിസ്ഥാൻ ഈ രീതിയിൽ ചതി കാണിക്കുന്ന ഘട്ടത്തിൽ അതേ രീതിയിലുള്ള ചതിയിലേക്ക് പെട്ടെന്ന്
പെട്ടെന്ന് ഭാരതത്തിന് എടുത്തു ചാടാൻ സാധിക്കത്തില്ല. മറിച്ച് അതിന് പ്രത്യാക്രമണം നടക്കുന്നുണ്ട്. ഇന്നലെയും പ്രകോപനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവിടെ തിരിച്ചടിക്കുന്നുണ്ട്. അതിലുപരി പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെ യുദ്ധത്തിനകത്ത് യുദ്ധതന്ത്രങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ചതിയുടെ പാതയിലൂടെ വിജയം കൈവരിക്കാൻ ഒരിക്കലും നമ്മുടെ രാഷ്ട്രം ശ്രമിച്ചിട്ടില്ല. ഈ സംഘർഷത്തിൽ തന്നെ പാകിസ്ഥാൻ ചെയ്ത ഏറ്റവും വലിയ ചതികളിലൊന്ന് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. അതായത് വ്യോമപാതകൾ അടയ്ക്കാതെ സിവിൽ എയർലൈൻസുകൾ കടന്നു പോകുന്ന ഘട്ടത്തിൽ, യാത്രാ വിമാനങ്ങൾ കടന്നു പോകുന്ന ഘട്ടത്തിൽ ഭാരതത്തിന് നേരെ ഡ്രോണുകളും മറ്റും അയക്കുന്ന വലിയ പ്രകോപനം. അതായത് ഒരുപക്ഷെ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ ഈ വിമാനങ്ങൾ ഏതെങ്കിലും തകർന്നു കഴിഞ്ഞാൽ ആ ലോകരാജ്യങ്ങൾ മുഴുവൻ നമുക്കെതിരെ തിരിയുക എന്ന വലിയ ചതി അവർ ഈ സംഘർഷത്തിനിടയിൽ തന്നെ രൂപപ്പെടുത്തിയിരുന്നു. പക്ഷേ ഭാരതത്തിന്റെ റഡാർ സിസ്റ്റങ്ങളും മറ്റും അത്ര മികച്ചതായതിനാൽ ഭാരതം ആ യാത്രാ വിമാനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഡ്രോണുകൾ പറത്തി പാകിസ്ഥാന്റെ ഡ്രോണുകളെ തകർക്കുകയായിരുന്നു. സൗദിയുടെയും ഒക്കെ വിമാനങ്ങൾ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് ഈ ആകാശമാർഗം രണ്ട് രാജ്യങ്ങൾ യുദ്ധം നടത്തിയത്. അതിൽ വ്യോമപാതകൾ അടയ്ക്കാനോ അല്ലെങ്കിൽ കൃത്യമായി ഇത്തരം ഒരു സംഘർഷം നടക്കുന്നുണ്ട് എന്നൊരു നിർദ്ദേശം പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെ കടന്നു പോകുന്ന സിവിൽ എയർലൈൻസുകൾക്ക് നൽകാനോ ബോധപൂർവം പാകിസ്ഥാൻ ശ്രമിച്ചില്ല. എന്ന് പറയുമ്പോൾ ഭാരതം ഇതറിയാതെ തിരിച്ചൊരു പ്രത്യാക്രമണം നടത്തുന്ന ഘട്ടത്തിൽ നമ്മുടെ മിസൈലുകളോ അതല്ലെങ്കിൽ നമ്മുടെ ഈ മറ്റ് ഈ മിസൈൽ അതല്ലെങ്കിൽ ഈ ഡ്രോണുകളോ മറ്റോ യാത്രാ വിമാനങ്ങളിൽ തട്ടി വലിയ ദുരന്തം അവിടെ ഉണ്ടാകുക എന്നത് തന്നെയാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചത്. അപ്പോൾ യുദ്ധതന്ത്രത്തിൽ പോലും ഇത്തരം ചതികൾ, അതോടൊപ്പം തന്നെ ഈ കൃത്യമായി ഈ വെടിനിർത്തലിന് ധാരണയായതിനു ശേഷം വീണ്ടും ഇതിനു നേരെ ആക്രമണം നടത്തുക. അപ്പോൾ ഇത്തരം ചതിപ്രയോഗങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് പുത്തരിയല്ല. അവർ പണ്ടും ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കാർഗിൽ യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1999 സമാധാനത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ഭാരതവും അന്നത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും നടത്തി എന്ന് പറയുന്ന ഘട്ടത്തിലാണ് 99 സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന AP വാജ്പേയി പാകിസ്ഥാനുമായുള്ള സ്ഥിരമായുള്ള സമാധാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ലാഹോറിലേക്ക് ബസ് യാത്ര നടത്തിയത്. പഞ്ചാബിലെ വാഗ അതിർത്തിയിലൂടെ ഒരു ബസ് ലാഹോറിലേക്ക് പോകുന്നു. ആ ബസ്സിൽ തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി AP വാജ്പേയി പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം ലാഹോറിലെത്തുന്ന ഘട്ടത്തിൽ അവിടെ അന്നത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫാണ്. പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായ നവാസ് ഷെരീഫ്. ആ നവാസ് ഷെരീഫും പ്രധാനമന്ത്രിയും ചർച്ചകൾ നടത്തി. ആ ലാഹോറിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനം എന്നത് അതിർത്തിയിൽ സുസ്ഥിരമായ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു. അങ്ങനെ സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ ലാഹോറിൽ നടക്കുന്ന ആ ഘട്ടത്തിലാണ് പർവേസ് മുഷറഫിന്റെ, അന്നത്തെ പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള പർവേസ് മുഷറഫിന്റെ ആളുകൾ കാർഗിലിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ചർച്ചകൾ നടക്കുന്നു. മുഴുവൻ ശ്രദ്ധയും ലാഹോറിൽ ചർച്ച നടക്കുന്ന സ്ഥലത്തേക്ക് തിരിയുന്നു. മാത്രമല്ല അതൊരു ശൈത്യകാലമായിരുന്നു. കടുത്ത ശൈത്യത്തിന്റെ മറവിൽ കാർഗിലിലെ മലനിരകൾ മുഴുവൻ മഞ്ഞിൽ മൂടിപ്പോകുന്ന ആ സമയത്ത് കാർഗിൽ മലനിരകളിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ഭീകരശക്തികൾ ഏറ്റവും ഒടുവിൽ ശ്രീനഗർ അതോടൊപ്പം തന്നെ ജമ്മു ദേശീയപാത പിടിച്ചെടുക്കാൻ എത്തുന്നു. ആ ഘട്ടത്തിലാണ് പിന്നീട് ഭാരതം ഈ ചതി മനസ്സിലാക്കുന്നതും ശക്തമായ പ്രത്യാക്രമണം ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഭാരതം ആരംഭിക്കുന്നു. പിന്നീട് കാർഗിൽ മലനിരകളിലേക്ക് നുഴഞ്ഞു കയറിയ പാകിസ്ഥാന്റെ ഭീകരന്മാരെ മുഴുവൻ വകവരുത്തിക്കൊണ്ട് ടൈഗർ ഹിൽസിന് മുകളിൽ നമ്മൾ ത്രിവർണ്ണ പതാക പാറിക്കുകയായിരുന്നു. അങ്ങനെ കാർഗിൽ എന്ന അവസാനത്തെ യുദ്ധം, ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നടന്ന അവസാന യുദ്ധത്തിന്റെ ചരിത്രം തന്നെ ഒരു വലിയ ചതിയുടേതായ ചരിത്രമാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രത്തിന്റെയും പൂർവ്വകാല ചരിത്രങ്ങളിലെല്ലാം ഈ ചതി ഒളിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു നിലവാരമില്ലാത്ത, നിലപാടില്ലാത്ത ഒരു രാജ്യമായി പാകിസ്ഥാൻ അധപ്പതിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ട അതിർത്തിയിലെ ഈ പ്രകോപനം. കൃഷ്ണരാജ്.